Good morning, everybody. Math class grade 7 started to fraction and decimal last part. First part. Then multiplication of a decimal. How to multiply decimals? Okay, there are three types of multiplication. The first type is multiplication of a number by a whole number. ഒരു decimal number ഒരു fraction ഒരു whole number ഉണ്ട്. Sorry, fraction ഒരു decimal number में multiplication of a decimal number by a whole number. ഒരു decimal number ഒരു whole number multiply ചെയ്യുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇതിൽ ഈ decimal point മാർക്ക് എന്നിട്ട് നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ ചെയ്ത ശേഷം ഇപ്പൊ സാധാരണ decimal point മാറ്റിയാൽ 980 അപ്പം ഡെസിമൽ എന്നിട്ട് ഡെസിമൽ ഇടാൻ വേണ്ടിയുള്ള കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ഈ ഡെസിമലിന് ശേഷം ഈ ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര സ്ഥാനം ഉണ്ടെങ്കിലും 1, 2 സ്ഥാനം. ഡെസിമലിന് ശേഷം 2 സ്ഥാനം ഉണ്ടെങ്കിൽ കിട്ടുന്ന ഉത്തരത്തിന് ലെഫ്റ്റിലേക്ക് ഇങ്ങോട്ടേക്ക് ആകും. തിരിച്ചറിഞ്ഞേ പെടാം. അപ്പോൾ ഡെസിമൽ പോയിന്റ് എത്ര ഉണ്ടല്ലോ 1, 2. അപ്പൊ 2 1, 2 അതോ 58.9 58 എത്ര ഡെസിമൽ 9 വായിക്കണം 92 വായിക്കുന്നത് 58.9 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എക്സാമ്പിൾസ് ഇതിനകത്ത് ടെക്സ്റ്റ് കാണിച്ചിട്ടുണ്ട്. ചെയ്തു കൊടുത്തു എല്ലാം ചെയ്യാൻ നോക്കത്തില്ല. അതുകൊണ്ട് കുറച്ച് ചെയ്തു കാണിക്കുന്നില്ല. മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ വിശദമായ പറഞ്ഞിട്ട് വായിക്കുക. ഞാൻ വളരെ ചുരുക്കി ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 3 വായിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ ഡെസിമൽ എന്നുള്ള 3 കണ്ടീഷൻ. ഒന്നാമത്തെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ ഡെസിമൽ നമ്പർ ബൈ എ ഹോൾ നമ്പർ. കേട്ടോ, ഒരു ഇംഗ്ലീഷ് വായിക്കാൻ ഉണ്ടാകുമ്പോൾ ഡെസിമൽ പോയിന്റ് നോക്കാതെ കിട്ടിയ ശേഷം ലെഫ്റ്റിലോട്ട് എത്ര സ്ഥാനം ഇവിടെ സ്ഥാനമൊന്നുമില്ല. ഇവിടെ 2 ഇങ്ങോട്ട് 1 ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ എണ്ണം പാടില്ല. ഇവിടെ ഇങ്ങോട്ട് അപ്പം ഉത്തരം 58 പോയിന്റ് നമുക്ക് 58.9 കേട്ടോ. ഉറപ്പായിട്ടും ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കിടക്കണം. ഞാൻ പോയിട്ട് നമ്മളെ പ്രാക്ടീസ് ചെയ്തു. അത് പ്രാക്ടീസ് ചെയ്തില്ലാത്തതുകൊണ്ട് എക്സാമ്പിൾസ് ചെയ്തിരിക്കുന്നത് 9.82 അടുത്ത രണ്ടാമത്തെ കാര്യമാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ ഡെസിമൽ നമ്പർ ബൈ 10, 100, 1000. അപ്പം ആദ്യത്തെ ഡെസിമൽ നമ്പർ ബൈ ഹോൾ നമ്പർ, ഡെസിമൽ ബൈ 10, 100. എക്സാമ്പിൾ 1.76 into 10. ഇത്രയേ ഉള്ളൂ. ഇത് പറയുകയാണ് ഡെസിമൽ നമ്പർ ആണെങ്കിൽ ഡെസിമൽ നോക്കാതെ തന്നെ എഴുതുക.
ഡെസിമൽ നോക്കാൻ 176 കേട്ടോ. ഡെസിമൽ നോക്കാൻ എഴുതിയിട്ട് എത്ര ഡെസിമൽ പോയിന്റ് നോക്കാം. നമുക്ക് മറ്റുള്ള എത്ര പൂജ്യം ഉണ്ടെന്ന്. അപ്പോൾ ഒരു പൂജ്യമാണെങ്കിൽ നമ്മൾ ഈ ഡെസിമൽ പോയിന്റ് എടുത്ത് വലത്തോട്ട് മറ്റേ നമ്മൾ മുമ്പ് പഠിക്കുന്നത് ലെഫ്റ്റിലോട്ടാണ്. വലിയ എഡ്യൂക്കേഷൻ വായിക്കാം. When a decimal number is multiplied by 10 or 100 etc., the decimal number but the decimal point in the product is shifted to right. Shifted to right. Hello, right ഇവിടുന്ന് റൈറ്റിലേക്ക് കൊണ്ടുപോകും കേട്ടോ. എത്ര പൂജ്യമുണ്ടോ ആ പൂജ്യത്തിനനുസരിച്ച് ഒരു പൂജ്യമുണ്ട് ഒരു സ്ഥാനം ഷിഫ്റ്റ് ചെയ്യുക, രണ്ട് പൂജ്യമുണ്ട് രണ്ട് സ്ഥാനം ഷിഫ്റ്റ് ചെയ്യുക, മൂന്ന് പൂജ്യമുണ്ടെങ്കിൽ മൂന്ന് സ്ഥാനം ഷിഫ്റ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ വായിക്കാൻ ഡെസിമൽ പോയിന്റ് പ്രോഡക്റ്റ് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പൂജ്യം, അതുകൊണ്ട് ഇവിടെ ഒരു സ്ഥാനം ഈ കുത്തയിൽ ഇവിടെ കിട്ടും. ഇത് ഒരു സ്ഥാനം ഈ കുത്തി ഇവിടെ വന്നു. അപ്പൊ എവിടെ 70 ഇതാണ് കേട്ടോ. ഇനി നോക്കി 100 ആവുമ്പോൾ ആൻസർ 100 ആവുമ്പോൾ രണ്ട് സ്ഥാനം ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ 1 2 അപ്പോൾ ഇവിടെ 0.0 കാര്യമുണ്ടോ. ഇനി 1000 വരുമ്പോഴത്തേക്ക് 176 എഴുതുക. എന്നിട്ട് മൂന്ന് സ്ഥാനം 1 3 ചെയ്യാൻ 1 2 ഇല്ല ഇതിന്റെ പൂജ്യം എല്ലാം 1716 കണ്ടല്ലോ. ശ്രദ്ധിക്കുക, ഇത് ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് 10 ഒരു സ്ഥാനം വലത്തോട്ട്, 100 രണ്ട് സ്ഥാനം വലത്തോട്ട്, 1000 മൂന്ന് സ്ഥാനം, 10000 4 സ്ഥാനം, 1,00,000 5 സ്ഥാനം. ഇത് വായിച്ചു കൊടുത്തു സിമ്പിളാണ്. ഇതൊക്കെ ചില സമയക്കുറവാണ്. അതുകൊണ്ടാണ്. മാത്രമല്ല ബോർഡ് ഇടപെടുവാണ് എല്ലാം ഇടാൻ സാധിക്കുന്നില്ല. അതെല്ലാം വെച്ചെടുത്ത് ഇതെല്ലാം ഇടണം. Then manipulation of two decimal numbers. രണ്ട് decimal number. Example 1.53 into 2.3. ഇതെല്ലാം ടെക്സ്റ്റിലെ പ്രൈവസി ഞാൻ എടുത്തിട്ടുള്ളതാണ്. ഇവിടെ ഇതെല്ലാം ടെക്സ്റ്റിൽ നോക്കുന്നുണ്ട്. 1.53 2.3 ഇത് ചെയ്തിട്ടുള്ളൂ. ഇത് രണ്ട് ഡെസിമൽ നമ്പർ. അപ്പോൾ ഡെസിമൽ കളയാൻ പരിപാടി 1.53 എന്ന് പറഞ്ഞാൽ 153/100 അല്ലേ? കാരണം പോയിന്റിന് ശേഷം രണ്ട് സ്ഥാനങ്ങളാണ് രണ്ട് പൂജ്യം. ഒരു സ്ഥാനങ്ങൾ ഒരു പൂജ്യം, മൂന്ന് സ്ഥാനങ്ങൾ മൂന്ന് പൂജ്യം. ഇവിടെ 1 2 സ്ഥാനങ്ങൾ ഇതും 2.3 ഇവിടെ രണ്ട് സ്ഥാനം. അപ്പോൾ കണ്ടല്ലോ. ആദ്യം പോയിന്റ് ഇനി നോക്കിക്കേ. ഇനി ചെയ്യുന്നത് ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നോക്കി 153 into 23 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തോ 4 ഇഷ്ടം മാത്രമേ. അതിനാൽ 20 21 4 4 4 5 6 3 9 5 15 ഇഷ്ടം 1 3 1 4 ഇഷ്ടം 2 3 6 2 5 10 ഇഷ്ടം 1 2 2 2 3 കൂട്ടുക 2 9 10 ഇഷ്ടം 6 15 17 18 ഇഷ്ടം 4 5 കേട്ടോ. കിട്ടുന്ന ഉത്തരം എടുക്കാൻ എഴുതുക 35802. എന്നിട്ട് ഇനി നമുക്ക് പോയിന്റ് എടുക്കാം. പോയിന്റ് എടുക്കുമ്പോൾ നോക്കിക്കേ. പോയിന്റ് ചെയ്യാനായിട്ട് ഇവിടെ രണ്ട് നമ്പർ ഓഫ് ഡെസിമൽ പോയിന്റ് ഇതൊക്കെ 2 ഇവിടെ 2. അപ്പൊ 2 4 നമ്മുടെ ഡെസിമൽ പോയിന്റ് 4 ആണ്. അപ്പൊ 4 ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകും. കാരണം ഇത് ഇൻറ്റു 10 എന്താ പറയുന്നത്? ഡെസിമൽ ചെയ്യുമ്പോഴത്തേക്ക് റൈറ്റിലേക്ക് വരാം, ലെഫ്റ്റിലേക്ക് വരാം. റൈറ്റിൽ പോയത് ഇൻറ്റു 100 ഇൻറ്റു 10 റൈറ്റിൽ പോകും. അല്ലാത്ത എല്ലാ സമയവും ലെഫ്റ്റിലേക്ക് പോകും. ലെഫ്റ്റിലേക്ക് വരാം. ലെഫ്റ്റാണ് ലെഫ്റ്റിൽ നിന്ന് ലെഫ്റ്റ്. അപ്പൊ ഓക്കെ എത്ര സ്ഥാനം?
4 പ്ലേസ് 1 2 3 4 ഉത്തരം 3.5 കണ്ടോ ഇതാണ് എക്സസൈസ് ഇതിന്റെ പ്രൈസ് ഒക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് നോട്ട്ബുക്കെല്ലാം എഴുതുന്നത് ഓർഡർ എടുക്കാൻ ഓർഡർ ചെയ്യുന്നതാണ് ഇപ്പൊ ഞാൻ നിങ്ങൾ എക്സസൈസ് 3 2 6 ആണ് അതിനകത്ത് 5 ഇതിനകത്ത് 3 ഞാൻ ചെയ്യുന്നുണ്ട് ബാക്കി നിങ്ങൾ ചെയ്യണം ലോകം ചെയ്യുമ്പോൾ ശരിയാണ് നോക്കണം എല്ലാം ചെയ്യാൻ വളരെ സിമ്പിളായി പഠിച്ചത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത് ഞാൻ ചെയ്തിട്ടുണ്ട് ഫൈൻ ഇപ്പം പരീക്ഷ 0.2 into 6 0.2 6 കൊണ്ട് ഇപ്പം 0.2 6 കൊണ്ട് എന്താ ചെയ്താൽ നമ്മൾ ഡെസിമൽ നോക്കാതെ ഞാൻ 2 into 6 12 ഈ രണ്ട് സ്ഥാനം മാറ്റിയിട്ടാണ് ഡെസിമലിന്റെ എത്ര സ്ഥാനം 1 അപ്പം ഇങ്ങോട്ട് ഒരു സ്ഥാനം മാറ്റി അപ്പം 1 ഉത്തരം 1.2 കണ്ടോ 1.2 അടുത്തത് അഞ്ചാമത്തെ പ്രശ്നം ബുദ്ധിമുട്ടുള്ള മാത്രമല്ല കേട്ടോ അഞ്ചാമത്തെ ആറാമത്തെ പ്രശ്നം 211.02 into 4 211.02 നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇത്രേ ഉള്ളൂ 211 പോയിന്റ് നോക്കണം 02 നേരെ 4 into 4 മടക്കി കണ്ടോ 4 8 4 0 0 4 4 4 4 4 കിട്ടുന്ന ഉത്തരം 844 ഇനി സ്ഥാനം നോക്കണം ഡെസിമലിൽ എത്ര സ്ഥാനമുള്ളൂ 1 അപ്പോൾ നമ്പർ ഓഫ് ഡെസിമൽ പോയിന്റ് എന്ന് പറയുന്നത് 2 അപ്പൊ 2 സ്ഥാനം 1 അതായത് എപ്പോഴും വ്യക്തിക്ക് മാറ്റില്ല അപ്പൊ ഇതാണ് 844.03 കണ്ടോ 844.03 ഓക്കെ നെക്സ്റ്റ് അഞ്ചാമത്തെ പ്രശ്നം 3 4 ഒക്കെ എണ്ണൂട്ട് മടക്കൾ ചെയ്യാൻ 12 പഠിക്കുന്നത് ഈ ചുമ്മാ നിങ്ങൾ മറ്റുള്ള ഈ സ്ഥാനമായി കുട്ടികളുണ്ട് അതൊക്കെ അഞ്ചാമത്തെ പ്രശ്നം 5 അത് രണ്ടും ബുദ്ധിമുട്ടുള്ള ഏഴാമത്തെ പ്രശ്നം 1.07 into 0.0 ഇവിടെ ഇതുപോലെ തന്നെ ഡെസിമൽ നോക്കണം 1.7 എന്നാണ് വരുന്നത് അപ്പൊ 107നെ എന്ത് ചെയ്യണം 107 എന്ന് എഴുതുക താഴെ 0 തുടങ്ങുന്നത് കഴിയില്ല കൊണ്ട് 0.2 അപ്പൊ 0.2 വരെ 2 എഴുതിയാൽ 2 ആണ് പക്ഷേ 0.02 എന്ന് പറഞ്ഞാൽ 2 ആണ് അതുകൊണ്ട് 0 ഈ കേസ് 0 വേണമെന്ന് കിട്ടാൻ ഉത്തരം ലഭിക്കും പാടില്ല വെറും ഇവിടെ പോയിന്റ് ഇല്ലെങ്കിൽ 0 തന്നെ പോവാം പക്ഷെ പോയിന്റ് 0 വേറെ തെറ്റിയൊക്കെ കേട്ടോ അതുകൊണ്ട് 1.07 107 എഴുതുക 0.2 മറ്റുള്ള 7 14 14 2 0 പ്ലസ് 1 കേട്ടോ അടിപൊളി തെറ്റുകൾ ഇവിടെ 2 0 0 പ്ലസ് 1 0 പ്ലസ് 1 അപ്പോൾ 1 then 2 into 1 then 0 into 7 0 into 0 into 0 into 7 0 into 0 0 into 1 കൊണ്ടോ എല്ലാം
സീറോ കിട്ടാൻ വേണ്ടി സീറോ ഇതിലും കുഴപ്പമില്ല. അടയ്ക്കാൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പ് തെറ്റിയാൽ കുഴപ്പമില്ല. തെറ്റിയാൽ ഇപ്പോൾ 0 to 140 0 to 1 ഇതൊക്കെ പോയിന്റ് നോക്കാം. എത്ര ഡെസിമൽ പോയിന്റ്? ഇവിടെ 1 2 ഇവിടെ 1 അപ്പോൾ 2 2 4 നമ്പർ ഓഫ് ഡെസിമൽ പോയിന്റ് സമം 4 4. അപ്പം ഇവിടെ നിന്ന് 4 കിട്ടണം. 1 2 3 4 കണ്ടോ? ഇതുകൊണ്ടാണ് ഇവിടെ 0 ഇടാൻ നമുക്ക് 0 കിട്ടാൻ ഇവിടെ കണ്ടോ 4 സാധനം 1 2 3 4. അപ്പൊ ഇവിടെ 3 പ്രിൻസിപ്പിൾ ഇതാണ് കണ്ടോ? അപ്പൊ അത് 0 ഇട്ട് മറ്റുള്ള ഇത് കിട്ടാൻ വേണ്ടി ഡൗട്ടാവും. അടുത്ത ദിവസം ബുദ്ധിമുട്ടുള്ളതാണ്. എളുപ്പമുള്ളത് ഞാൻ ചെയ്യുന്നു. 101.101.01 into 0.0 സൂക്ഷിച്ചു. ഇതൊക്കെ പരീക്ഷയ്ക്ക് മിക്കവാറും ആളെ തെറ്റിക്കുന്നത് ഉറപ്പായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. അത് മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കിക്കോ. 101.1 0 വേണം. ഡിസിമൽ വേണം. 101.01 ഇൻറ്റു 0.01 പട്ടിപ്പടി 1 into 1 1 1 into 0 0 1 into 1 1 1 into 0 0 1 into 1 1 0 into 1 എല്ലാം 0 0 0 0 കണ്ടോ? 0 into 0 ആയിരുന്നു. 20 1 0 1 0 1 കിട്ടുന്ന ഉത്തരം എഴുതിയില്ല. 1 0 1 0 1. ഇനി പോയിന്റ് നമ്പർ ഓഫ് ഡെസിമൽ പോയിന്റ് എടുക്കുകയും ഇവിടെ നമ്പർ ഓഫ് ഡെസിമൽ പോയിന്റ് എത്രയാണ്? ഇവിടെ 1 2 ഇവിടെ 1 അപ്പൊ 2 2 4 അപ്പൊ 4 1 2 3 4 ഇവിടെ ഇപ്പൊ ഡെസിമൽ പോയിന്റ് 1.01 ഈ ചോദ്യം ഒരുപാട് ആളുകൾ പരീക്ഷയ്ക്ക് എത്തിക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഡിവിഷൻ ഓഫ് ഡിസിമൽ. ഡിവിഷൻ ഓഫ് ഡിസിമൽ ടെക്സ്റ്റ് എടുക്കുക. ഡിവിഷൻ ഓഫ് ഡിസിമലിന്റെ കണ്ടീഷൻസ് വായിക്കുക. നിങ്ങളത് ബുക്കിലോട്ട് അതായത് ഇവിടെ ബോർഡിന്റെ ഇടയ്ക്കിലാക്കുന്നുണ്ട്. ഇതിനോട് എഴുതുന്ന എല്ലാം ഓർമ്മില്ല. അതുകൊണ്ടാണ് നമ്മൾ അത് എഴുതാതിരിക്കുന്നത്. അതുപോലെ കോമൺ കാഴ്ചയെല്ലാം ചെയ്യണം. ബുദ്ധിമുട്ടൊന്നും ചെയ്താലെല്ലാം കിട്ടും. കിട്ടാതെ ഞാൻ സ്ഥിതി ചെയ്യുകയും നിങ്ങൾക്ക് കിട്ടും. കിട്ടാതെ വന്നാൽ ഞാൻ സെൻഡ് ചെയ്ത് തരാം. നോക്കിയിട്ട് സെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഇക്കാര്യം ചെയ്തു കൊടുക്കണം. നിങ്ങൾ എല്ലാം തന്നെ സെൻഡ് ചെയ്ത് ചെയ്താൽ പറ്റുമ്പോൾ കണ്ണിങ് ചെയ്യുകയാണെങ്കിൽ എളുപ്പം പഠിക്കും. exercise 2.7 ആണ്. 2.7 ആണ് ഡിവിഷൻ ഓഫ് decimal division. Division of decimals. ഇവിടെ 2 കണ്ടീഷൻസ് ഉണ്ട്. 2 ഡിവിഷൻ ഓഫ് ഡിസിമൽ. ഇത് ഒപ്പിലോട്ട് എഴുതിക്കൊള്ളൂ. ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്. ഡിവിഷൻ ഓഫ് ഡെസിമൽ ബൈ എ ഹോൾ നമ്പർ. ഒരു ഡെസിമൽ ഹോൾ നമ്പർ വേണം. ഞാൻ ഇവിടെ 23.76 divided by multiple by 80. നമുക്കറിയാം. ഇതിൽ പറഞ്ഞിട്ടേ ഉള്ളൂ. പഴയതുപോലെ തന്നെ ഡെസിമൽ പോയിന്റ് നോക്കാതെ തന്നെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ 23.76 നമ്മൾ പറഞ്ഞിട്ട് കൊണ്ട് 23.76 നമ്മൾ പറഞ്ഞിട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യും. കണ്ടോ? നോക്കിക്കോ. 2000 പോയിന്റ് നോക്കണം. പോയിന്റ് നോക്കാതെ എഴുതണം. 2 3 7 6 8 നമുക്ക് ഇവിടെ 12 ഇവിടെ 2 എടുത്ത് നോക്കാം. കടന്നു ഒരു പ്രാവശ്യം 15 കൊടുക്കാം. 3 13 പോയ 5 1 month കണ്ടാണ്. ഇനി ആക്കി എഴുതി 57 അതിന്റെ അമ്പത്തേഴ് പ്രാവശ്യം. അതിന്റെ കഴിഞ്ഞ് 36 76 77 4 പ്രാവശ്യം 3 പ്രാവശ്യം എന്നാൽ അതിന്റെ കഴിഞ്ഞ് 36 46 46 8 54 അപ്പോൾ 3 പ്രാവശ്യം.
54 കഴിയുമ്പോൾ 3 ഈ ഇറക്കി എഴുതാനുണ്ട് 6 ഇറക്കി എഴുതാനുണ്ട് 36 2 പ്രാവശ്യം ഉത്തരം കിട്ടി 132 ഉത്തരം കിട്ടിയിരുന്നു 132. ഇനി നമുക്ക് ഡിസിമൽ പോയിന്റ് കാണാം. ഇവിടെ ഡിസിമൽ പോയിന്റ് 1 2 2 ഡിസിമൽ നമ്പർ ഡിസിമൽ. ഇനി നിങ്ങളുടെ ആൻസർ തെറ്റിയാൽ നിങ്ങളുടെ എഴുതി മാർക്ക് എഴുതാൻ നമ്പർ ഡിസിമൽ പോയിന്റ്. അപ്പം ഉത്തരത്തിന് ഇങ്ങോട്ട് എപ്പോഴും ഇങ്ങോട്ടുള്ള ലെഫ്റ്റ് എന്നുള്ള റൈറ്റ് വ്യത്യാസം 1 2 എത്തുക 1.32 ആയിരുന്നു 1.32. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ഈ ഡിവിഷൻ ഓഫ് ഡെസിമൽ ബൈ 100,000 അതിനെ നിങ്ങൾ അത് വിശദമായിട്ട് എഴുതാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇടുകയാണ്. 235.4 ഡിവൈഡഡ് ബൈ 2. നമ്മൾ കഴിഞ്ഞമായിട്ട് 235 ആൻസർ എന്നിട്ട് കുത്തുന്നത് തീരുമാനിച്ച ശേഷമാണ്. എങ്ങനെയാണ് കുത്തുന്നത് നമ്മൾ നോക്കി നോക്കുന്നു. അല്ലാതെ ആൻസർ ഒന്നും വ്യത്യാസമില്ല. 10 ആയിട്ട് കൺട്രോൾ ചെയ്താലും ആൻസർ ഒന്നും വ്യത്യാസം വരുന്നില്ല. കുത്തിട്ടാണ്. അപ്പോൾ ഡെസിമൽ പോയിന്റ് ഷിഫ്റ്റഡ് ലെഫ്റ്റ്. ഇതാണ് 234.5 അർത്ഥമല്ല 235 കേട്ടോ. 10 എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഡെസിമൽ പോയിന്റ് ഷിഫ്റ്റഡ് ടു ലെഫ്റ്റിലേക്ക് ഡെസിമൽ പോയിന്റ് പോകുന്നത് 1 പൂജ്യമാണ് 1 സ്ഥാനം, 2 പൂജ്യമാണ് 2 സ്ഥാനം, 3 പൂജ്യമാണ് 3 സ്ഥാനം. ഇവിടെ 10 ആയതുകൊണ്ട് 1 സ്ഥാനം. അപ്പൊ അതുകൊണ്ട് നമ്മൾ 2354 അപ്പം 1 പൂജ്യമാണ് 1 സ്ഥാനം, 2 അതായത് ഇവിടെ വേണം ഈ പോയിന്റ് നിന്നാണ് ഈ പോയിന്റ് ബൈ 10 എന്ന് പറയുന്നത് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് ഈ പോയിന്റ് 1 പൂജ്യം 1 സ്ഥാനം ഈ പോയിന്റ് ഇവിടെ കൊണ്ടുവരും. എത്ര കിട്ടും? 23.54 കണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഈ പോയിന്റ് ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റഡ് ടു ഡെസിമൽ പോയിന്റ് ഷിഫ്റ്റഡ് ടു ലെഫ്റ്റ് ഈസ് 1 1 സ്ഥാനം. ഇനി 100 ആണ് കണ്ടോ. ഡിവൈഡ് ബൈ 100 ആണ് എത്രയാണ് ഈ ആൻസർ? 2 3 5 എത്ര സ്ഥാനം വേണം? 2 സ്ഥാനം. അപ്പൊ ഈ പോയിന്റ് 1 2 ഇവിടെ 2.3 ഇനി 1000 ആണെങ്കിൽ 2 സ്ഥാനം ഷിഫ്റ്റ് ചെയ്യും. 1000 ആണെങ്കിൽ 235.4 ഡിവൈഡഡ് ബൈ 1000 2354 എത്ര സ്ഥാനം കൊടുക്കണം? ഡെസിമൽ പോയിന്റ് ഷിഫ്റ്റ് 3 ആണ്. അപ്പം 1 2 3 ഇവിടെ വരുമെന്ന് പറയുമ്പോൾ 0.2 കണ്ടോ. ഇത് നല്ലതായിട്ട് പോകാൻ വായിച്ചാൽ വായിച്ചു എക്സൈസ് 2755 0.4 ഡിവൈഡ് ബൈ ഇതൊക്കെ 4 പേര് 4 പേര് 4 പേരുടെ എടുക്കാം. ആൻസർ എടുക്കുക. ഡെസിമൽ പോയിന്റ് പോയിട്ട് 1 സ്ഥാനം. അതുകൊണ്ട് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് 1 സ്ഥാനം. അപ്പം 1 സ്ഥാനം മാറ്റുമ്പോൾ ഇവിടെ 0.2. അടുത്തത് 6ാമത്തെ 40.49 ഡിവൈഡ് ബൈ 7. അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഡെസിമൽ പോയിന്റ് നോക്കാതെ പോയി ഡിവൈഡ് 40.49 ഡിവൈഡ് ബൈ 7 ചെയ്യാനായിട്ട് നമ്മൾ 40.49 44 എന്നിട്ട് 7 7 14 2 പ്രാവശ്യം 14 ഇറക്കി വെച്ച് 4 4 അപ്പോൾ ഇറക്കി എഴുതുമ്പോഴത്തേക്ക് 4 പാട്ടുകൾ 49 7 എത്ര പ്രാവശ്യം വരും? 49
ഡിവൈഡ് അടുത്ത 20 കിട്ടി. 49 പ്രാവശ്യം 7 പ്രാവശ്യം 7 40 അല്ലേ? ഉത്തരം 200 ആയി കിട്ടി. കിട്ടിയ ഉത്തരം എടുത്ത് എഴുതുക 202. ഇനി നമുക്ക് പോയിന്റ് നോക്കാം. ദശാംശം എത്ര കൂടെ 1 2 സ്ഥാനം. അപ്പൊ 2 സ്ഥാനം ഇത് മുന്നോട്ട് ലെഫ്റ്റിലേക്ക് 1 2 എത്ര 2.07. ഇനി ആറാമത്തെ ഇപ്പം 4 5 ഒക്കെ ചെയ്യും. ഞാൻ നോട്ടയക്കാം. ആറാമത്തെ വെഹിക്കിള് ട്രാവൽ ചെയ്യുന്നു. ആറാമത്തെ ക്വസ്റ്റ്യൻ വെഹിക്കിള് ട്രാവൽ ചെയ്യുന്ന കിലോമീറ്റർ 270. അവസാനത്തെ ക്വസ്റ്റ്യൻ ഉണ്ട് 270 പക്ഷേ 270 ആദ്യത്തെ ചെയ്യാവുന്നതാണ്. വെഹിക്കിൾ travels 43.2 kilometer 2.4 meter per second. How much distance covered? അതായത് 43.2 40 ഇവിടെ അതായത് 43.2 കിലോമീറ്റർ വണ്ടി സഞ്ചരിച്ചുകൊണ്ട് 2.4 ലിറ്റർ പെട്രോൾ. അങ്ങനെയാണെങ്കിൽ 1 ലിറ്റർ പെട്രോൾ എത്ര കിലോമീറ്റർ? വണ്ടിയുടെ മൈലേജ് എത്ര ചോദിച്ചത്? വണ്ടിയുടെ മൈലേജ് പറയുന്നത് അങ്ങനെയാണ്. 1 ലിറ്റർ പെട്രോൾ എടുത്തിട്ട് എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു? അതാണ് വണ്ടിയുടെ മൈലേജ്. വണ്ടിയുടെ മൈലേജ് എത്രയാണ് ചോദിച്ചത്. അപ്പം വണ്ടി സഞ്ചരിച്ച ദൂരം ടോട്ടൽ 43.2 കിലോമീറ്റർ. ഇനി എത്ര പെട്രോൾ അടിച്ചു? 2.4 ലിറ്റർ പെട്രോൾ അടിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് കവർ 1 ലിറ്റർ പെട്രോൾ കൊണ്ട് ഇതിന് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോലെ ടോട്ടൽ ഓടിയത് ഡിവൈഡഡ് ബൈ ടോട്ടൽ അടിച്ച പെട്രോൾ. അപ്പോൾ 43.2 ഡിവൈഡഡ് ബൈ 2.4 ഇത് കണ്ടുപിടിച്ച് കിട്ടുന്ന ഉത്തരം ആണ് വണ്ടിയുടെ മൈലേജ്. നോക്കിയിട്ട് 432 24 കൊണ്ട് പറ്റും. നമുക്ക് എളുപ്പമായി 43.2 എഴുതാം. 432 ഡിവൈഡഡ് ബൈ 10 എഴുതിയ പോലെ. കാരണം പോയിട്ട് മാറ്റാൻ ഒരു 0 കൊടുത്താൽ പോലെ. 2.4 നമുക്ക് എഴുതാം 24/10. ഇനി രണ്ടെണ്ണത്തിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ തിരിച്ചിട്ട് അതിന്റെ റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ. അങ്ങനെയാണോ 43.2 കിട്ടുന്നത് 432. അപ്പൊ 432/10 ഇൻറ്റു ഇത് തിരിക്കണം 24/10 എന്നുള്ളത് 10/24 പോലെ. ഈ 10 പറ്റും പോയിട്ട് 432/24 432/24 അടിച്ചു ഉത്തരം 18. അപ്പോൾ ഇതിലൂടെ ഇത് ഡിവൈഡ് 18 എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ മൈലേജ് എന്ന് പറയുന്നത് 80 ലിറ്റർ ആയിരിക്കും. അപ്പോൾ ഈ ചാപ്റ്റർ തീർന്നു. ബാക്കി മോശം സ്ഥിതിയിലേക്കാം. നിങ്ങളെ നല്ലതായിട്ട് മെനക്കെടുക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററുകളാണ്. അത് ഓർത്തോണം. ഒരു കുറഞ്ഞത് 15-20 മാർക്ക് അതുകൊണ്ട് പഠിച്ചാൽ അത് എപ്പോഴും തെളിയിക്കുന്നില്ല. സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ഇട്ടാൽ ചോദിച്ചാൽ പറ്റില്ല.